ഫോറസ്റ്റ് ഓഫീസിലെ കഞ്ചാവ് വളർത്തലിൽ റേഞ്ച് ഓഫീസർ BR ജയന്റെ നടപടികളിൽ ദുരൂഹത സംശയിക്കുകയാണ് വനം വകുപ്പ്. ഇപ്പോൾ വനിതാ ജീവനക്കാർ ജയനെതിരെ നൽകിയ പരാതിക്ക് പ്രതികാരമായി കഞ്ചാവ് കേസ് കെട്ടിച്ചമച്ചതാണോ എന്നാണ് സംശയം. ജയന്റെ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കഞ്ചാവ് കൃഷി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയതെന്നാണ് DFO പറയുന്നത്. വനം വകുപ്പിന്റെ വിജിലൻസ് ആണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. ഷിനോജ് എസ് ടി കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ ഇതിന് നേർ വിപരീതമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുന്നു, അതിലുള്ള ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ ഈ വനിതാ ജീവനക്കാരുടെ പരാതിയിൽ ബന്ധപ്പെട്ട് സ്ഥലമാറ്റം, അതായിരുന്നു ഇന്നലെ വന്ന വാർത്ത. ഇന്നിപ്പോൾ അത് മുഴുവൻ മാറുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു സംശയത്തിന് കാരണം? ആര്യ, മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്ന എരുമേലി റേഞ്ച് ഓഫീസറായിരുന്ന ഈ BR ജയനെ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് കോട്ടയം DFOയുമായി നമ്മളിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽ കഞ്ചാവ് കൃഷി നടന്നിട്ടുണ്ടതായി കൃഷി നടന്നിട്ടുണ്ടതായി ഈ DFO സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ കഞ്ചാവ് കൃഷി നടത്തിയത് ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ആരും തന്നെയല്ല, മറിച്ച് അവിടെ താൽക്കാലികമായി ദിവസവേതനക്കാരനായി ജോലി നടത്തിയിരുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേറ്ററായിരുന്നു, പാമ്പുപിടുത്തക്കാരനാണ് ഇത്തരത്തിൽ അവിടെ കഞ്ചാവ് കൃഷി നടത്തിയത്. അത് DFO സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനുശേഷമുള്ള കാര്യങ്ങളാണ് കൂടുതൽ ദുരൂഹതയായി നിൽക്കുന്നത്. അത്തരത്തിൽ ഒരു സംഭവം ഈ മാസം 16-ാം തീയതിയാണ് എരുമേലി റേഞ്ച് ഓഫീസറായ BR ജയൻ അറിയുന്നതും ആ സ്ഥലത്തെത്തുന്നതും അദ്ദേഹം അവിടെ പരിശോധന നടത്തുന്നതൊക്കെ ചെയ്യുന്നത്. ഈ പരിശോധന നടത്തിയ സമയത്ത് തന്നെ ഇത്തരത്തിൽ അവിടെ ഈ പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കഞ്ചാവ് കൃഷി നടത്തുന്നതായി ഈ ജയന് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അന്ന് 16-ാം തീയതി നടന്ന സംഭവത്തിന് അദ്ദേഹം അവിടെ സ്ഥലത്തെത്തി ആ ദിവസം തന്നെ പരിശോധന നടത്തി. പക്ഷേ ആ ദിവസങ്ങളിലൊന്നും തന്നെ അദ്ദേഹം കേസെടുക്കുകയോ മേലുദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു സംഭവമുണ്ട് എന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. തുടർന്ന് 19-ാം തീയതിയാണ് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവുണ്ടാകുന്നത്. 19-ാം തീയതി സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത് നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ജയനെതിരെ ഇവിടുത്തെ 3